ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സോന ഹിർനി എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. സമ്മറി എന്ന് പറയുമ്പോൾ റിട്ടേൺ സമ്മറിയാണ്, ഹിന്ദിയിലുള്ള സമ്മറിയാണ്, എന്നിട്ട് അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും. അപ്പോൾ നമുക്ക് സമ്മറി നോക്കാം. സമ്മറി എഴുതുമ്പോൾ എപ്പോഴും ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ ആദ്യം എഴുതിയിരിക്കണം. അതിനുശേഷം റൈറ്ററിനെ കുറിച്ചിട്ടുള്ള 2-3 ലൈൻസ് എഴുതുക ഫസ്റ്റ് പാരഗ്രാഫായിട്ട്. हिंदी के प्रसिद्ध कवि श्री महादेवी वर्मा का रेखा चित्र है सोना हिरनी. महादेवी वर्मा का जन्म होली के दिन 26 मार्च 1907 में उत्तर प्रदेश में हुआ. അപ്പം ഹിന്ദിയിലെ പ്രശസ്തയായിട്ടുള്ള ഒരു കവിയത്രിയാണ് മഹാദേവി വർമ്മ. മഹാദേവി വർമ്മയുടെ രേഖാചിത്രത്തിന്റെ ഒരു ഭാഗമാണ് സോന ഹിർനി എന്ന് പറയുന്നത്. മഹാദേവി വർമ്മ ഉത്തർപ്രദേശിലാണ് ജനിച്ചത്. 26 മാർച്ച് 1907 ജനിച്ചത്. उन्हें आधुनिक काल की मीराबाई भी कहा जाता है. മഹാദേവി വർമ്മയെ ആധുനിക കാലത്തെ മീരാബായി എന്നാണ് വിളിക്കുന്നത്. निहार, नीरजा, यामा, दीपशिखा आदि उनके काव्य संग्रह है. यामा नामक काव्य संकलन के लिए उन्हें ज्ञानपीठ पुरस्कार से सम्मानित किया गया है. അപ്പോൾ മേലെ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് മഹാദേവി വർമ്മയുടെ ഫേമസ് ആയിട്ടുള്ള കാവ്യസംഗ്രഹങ്ങൾ. അതിൽ യാമ എന്ന് പറഞ്ഞ ഈ കാവ്യസംഗ്രഹന് ज्ञानपीठ पुरस्कारम ലഭിച്ചിട്ടുണ്ട്. वे प्रसिद्ध छायावादी कवियों में एक है. उनकी रचना शैली संस्कृत की ओर झुका हुआ है. ഫേമസ് ആയിട്ടുള്ള ഛായാവാദി കവികളിൽ ഒരാളാണ് മഹാദേവി വർമ്മ. മഹാദേവി വർമ്മയുടെ റൈറ്റിംഗ് സ്റ്റൈല് സംസ്കൃതത്തോടടുത്താണ് നിൽക്കുന്നത്. ഉൻകി രചനാവും മേ രഹസ്യവാദ്, ഛായാവാദി എന്നല്ല കേട്ടോ, ഛായാവാദ് എന്ന് എഴുതിയാൽ മതി, ആലങ്കാരികത, വൈയക്തികത, ഭാവ് തരൽത ആദി ഷാമിൽ ഹെ. അപ്പൊ അതൊക്കെ പോയട്രിയിൽ യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഛായാവാദ്, രഹസ്യവാദ്, ഇതെല്ലാം തന്നെ മഹാദേവി വർമ്മയുടെ കവിതകളിൽ, രചനകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. छायावादी कवि होने के बावजूद उन्होंने समाज के समस्याओं के निवारण में भी अपना योगदान दिया है. और ഛായാവാദി കവി ആയിട്ട് കൂടിയും മഹാദേവി വർമ്മ സമൂഹത്തിലെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്റേതായ ഒരു പാർട്ട്, തന്റേതായ ഒരു റോള് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 11 സിതംബർ 1987 ആണ് മഹാദേവി വർമ്മ അന്തരിച്ചു. സോന ഹിർനി മഹാദേवी वर्मा की रेखा चित्र है. सोना उनकी पालतू हिरनी थी जिससे वे भरपूर प्यार करती थी. അപ്പം മഹാദേവി വർമ്മയുടെ രേഖാചിത്രമാണ് സോന ഹിർനി. ഈ സോന എന്ന് പറയുന്നത് മഹാദേവി വർമ്മയുടെ പെറ്റായിരുന്നു. അതിനെ മഹാദേവി വർമ്മ വളരെയധികം സ്നേഹിച്ചിരുന്നു. किसी शिकारी ने जंगल में शिकार करते वक्त सोना की माँ को मार दिया था और उस मृग के सीने से सटकर जो नन्ही सी हिरन थी उसे अपने घर ले आया. കാട്ടിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഹണ്ടർ സോനയുടെ അമ്മയെ കൊന്നിട്ട് ആ അമ്മയോട് അടുത്തിരുന്ന ഈ മാൻകുട്ടിയെ തന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. उसके बीवी और बच्चों ने 4-5 दिन सोना की देखभाल की, परंतु जब उन्हें लगा कि उस हरिन शावक की बचने की संभावना बहुत कम है तो उन्होंने उसे महादेवी जी को दे दिया. പക്ഷെ ആ ഹണ്ടറിന്റെ വീട്ടിലെ അയാളുടെ ഭാര്യയും അതുപോലെ തന്നെ കുട്ടികളും കുറച്ചു ദിവസം ഈ മാൻകുട്ടിയെ നോക്കിയെങ്കിലും ഇനി മാൻകുട്ടി രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണെന്ന് തോന്നിയപ്പോൾ മഹാദേവി വർമ്മയ്ക്ക് കൊടുക്കുകയാണ് ഉണ്ടായത് ഈ മാൻകുട്ടിയെ കൂടുതൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. महादेवी वर्मा के पास उसका खूब ख्याल रखा गया. कई जानवरों के दूध, ग्लूकोज आदि देकर वे लोग उसका पालन करने लगे, मगर उसका मुंह इतना छोटा था कि उसमें बोतल की निप्पल ही नहीं जा पा रहा था. അതായത് മഹാദേവി വർമ്മയുടെ അടുത്ത് കൊണ്ടു ചെന്നപ്പോൾ ഈ മാൻകുട്ടീനെ വളരെ നന്നായിട്ട് നോക്കി. ഖ്യാൽ രഖ്ന എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് വളരെയധികം കെയർ ചെയ്തിരുന്നു. പലതരം മൃഗങ്ങളുടെ പാല് ഒക്കെ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, ബിസ്ക്കറ്റ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ മാൻകുട്ടിക്ക് അവിടെ കൊടുത്തിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാല് മഹാദേവി വർമ്മയ്ക്ക് ഈ മാൻകുട്ടിയെ കിട്ടിയ സമയത്ത് ആ മാൻകുട്ടിയുടെ വായ വളരെ ചെറുതായിരുന്നു. ഈ ബോട്ടിലിന്റെ നിപ്പിള് പോലും ആ വായിലേക്ക് കടക്കില്ലായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഈ മാൻകുട്ടിയെ മഹാദേവി വർമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. कुछ दिन वहां रहने के बाद सोना को वहां के हालत സബ് സമജാനെ ലഗെ. അപ്പൊ കുറച്ചു നാള് അവിടെ നിന്നപ്പോൾ സോനയ്ക്ക് അവിടുത്തെ കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാവാൻ വേണ്ടി തുടങ്ങി. രേശം के लच्छों जैसी उसकी कोमल और चंपक वर्ण शरीर,
को देखकर उन लोगों ने उसका सोना, സുവർണ, സ്വർണലേഖ ആദി നാം ദിയ. അപ്പോൾ സിൽക്ക് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ സോനയുടെ ഗോൾഡൻ കളറിലുള്ള ആ ബോഡി കണ്ടിട്ട് സോന, സുവർണ, സ്വർണലേഖ തുടങ്ങിയ പേരുകൾ അവിടെയുള്ളവര് സോനയ്ക്ക് നൽകി. कुछ ही दिनों में सोना ने सबका दिल जीत लिया और वे महादेवी जी और भक्तिन के साथ साथ छात्रावास की लड़कियों तथा उनके अन्य पालतू जानवरों की भी चहेती बन गई. അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ മാൻകുട്ടി മഹാദേവി വർമ്മയുടെ മാത്രമല്ല അവിടുത്തെ സെർവൻസിന്റെ, ആ ഗേൾസ് ഹോസ്റ്റലിലത്തെ കുട്ടികളുടെ, അത് കൂടാതെ മഹാദേവി വർമ്മയുടെ അടുത്തുള്ള മറ്റ് പെറ്റ്സിന്റെ അടുത്തും ഒരു നല്ല റിലേഷൻ സ്ഥാപിച്ചെടുത്തു. എല്ലാവരുടെയും കൂട്ടുകാരിയായിട്ട് മാറുകയാണ് ചെയ്തത്. वह हर रोज मैदान और कक्षाओं के बाहर चक्कर काटती रहती. जब भी उसे महादेवी जी पर ज्यादा प्यार आता तब वह उनके सर के ऊपर से छलांग मारती, पर यह बात का ध्यान रखती कि उसके पैरों से उन्हें कोई चोट न आए. അപ്പം മഹാദേവി വർമ്മയുടെ അടുത്ത് ഒരുപാട് സ്നേഹം വരുന്ന സമയത്ത് സോന എന്ത് ചെയ്യുന്ന വെച്ചാല് മഹാദേവി വർമ്മയുടെ തലയുടെ മുകളിലൂടെ ഒറ്റ ചാട്ടം ചാടും. പക്ഷെ ചാടുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കും, കാലൊക്കെ മടക്കി ഉള്ളിലോട്ട് വെച്ചിട്ടാണ് തലയുടെ മുകളിൽ കൂടെ പോവുക. കാരണം എന്താന്ന് വെച്ചാൽ ഈ സോനയുടെ കാല് തട്ടിയിട്ട് മഹാദേവി വർമ്മയ്ക്ക് പരിക്കൊന്നും പറ്റാൻ പാടില്ല. അത് നന്നായി ശ്രദ്ധിച്ചിട്ടാണ് ഇങ്ങനെ ചാടുന്നത്. छोटे बच्चों को कतार में खड़ा कर उनके ऊपर से छलांग मारना भी उसे पसंद थी. वे गोदूली नामक बिल्ली, हेमंत, वसंत नामक कुत्ते और फ्लोरा नामक कुत्ती के साथ भी खेलती थी. वह महादेवी जी से हमेशा सटकर रहती, ज्यादातर उनके भोजन के समय. അപ്പം മഹാദേവി വർമ്മയുടെ മറ്റ് പെറ്റ്സ് ആയിട്ടുള്ള ഹേമന്ത്, വസന്ത്, അതുപോലെ തന്നെ ഫ്ലോറ, പിന്നെ ഗോദൂലി, ഇവരുടെ അടുത്തൊക്കെ പോയി എപ്പോഴും കളിക്കുമായിരുന്നു. പിന്നെ മഹാദേവി വർമ്മയുടെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടാണ് സോന ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് മഹാദേവി വർമ്മ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. एक साल गुजर गया और सोना को जैसे कोई अकेलापन सता रहा था. वे खुले मैदान में घूमना चाहती थी. वे न लटो वह खुले मैदान में घूमना चाहती थी. एक दिन महादेवी वर्मा को बद्रीनाथ यात्रा पर जाना पड़ा. छात्रावास भी बंद था. सोना की प्रिय मित्र फ्लोरा भी महादेवी जी के साथ चली गई थी. सोना जैसे अकेली ही हो गई. അപ്പൊ എന്താന്ന് വെച്ചാല് ഒരു വർഷം കഴിഞ്ഞു. ഇപ്പൊ സോനയ്ക്കാണെങ്കിൽ വല്ലാത്ത അക്കേലാപ്പൻ, ലോൺലിനെസ്, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാണ്. സോന ഇങ്ങനെ ആ വലിയ മൈതാനത്തിൽ നടക്കാനൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ മഹാദേവി വർമ്മയ്ക്ക് പെട്ടെന്ന് ബദ്രിനാഥിലേക്ക് പോകേണ്ട ആവശ്യം വന്നു. പിന്നെ ഹോസ്റ്റൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ ഒന്നും ആരും ഇല്ല സോനയ്ക്ക് കമ്പനിക്ക്. ഫ്ലോറ, സോനയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഫ്ലോറ. ഈ ഫ്ലോറ മഹാദേവി വർമ്മയുടെ കൂടെ ബദ്രിനാഥിലേക്ക് പോയി. അപ്പോ സത്യത്തില് സോന ശരിക്കും ഒറ്റപ്പെട്ടു. മാലിനെ देखा था कि वह कभी कभी कॉम्पाउंड से बाहर जाती थी. इस मृग को कोई पकड़ न ले जाए, इसलिए उसने सोना को ദീവാർ സെ ബാന്ദ് കർ രഖ. ഇങ്ങനെ ഇവരൊക്കെ ഇല്ലാണ്ടായപ്പോ സോന പതുക്കെ പതുക്കെ കോമ്പൗണ്ടിന്റെ പുറത്തോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പൊ ഇത്രയും വലിയൊരു മാൻകുട്ടിയാണ്, ഇതിനെ ആരും പിടിച്ചു കൊണ്ടുപോകരുത് എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാലി എന്ത് ചെയ്തു? മാലി എന്ന് പറഞ്ഞാല് അവിടുത്തെ തോട്ടം നോക്കുന്ന ആളിനെയാണ് പറയുന്നത്. മാലി ഈ സോനയെ അവിടുത്തെ ഒരു വോളായിട്ട് കെട്ടിട്ടു. मगर सोना ने किसी सोच में डूबकर बंधन की सीमा भूलकर एक ऊंची छलांग लगाई और जमीन पर आ गिरी. ऐसे उसकी मौत हो गई. അങ്ങനെ സോനയാണെങ്കിൽ ഒരു ദിവസം തന്നെ ഒരു കയറ് വെച്ച് ബന്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മയില്ലാതെ ചാടി, നല്ല പൊക്കത്തിൽ ചാടി. അത് അങ്ങനെ ചാടിയപ്പോൾ ഈ കയറ് കഴുത്തില് കുടുങ്ങി സോനയുടെ ശരീരം താഴെ വന്നടിച്ചു. അങ്ങനെ സോന മരിക്കുകയാണ് ചെയ്യുന്നത്. महादेवी वर्मा को लौट आने पर यह बुरी खबर मिली और वे बहुत दुखी हो गई. उस दिन के बाद उन्होंने तय किया कि वे फिर से हिरन नहीं पालेंगी, मगर संयोग से उनको फिर से हिरन पालना पड़ रहा है. അപ്പം അന്ന് മഹാദേവി വർമ്മ ബദ്രിനാഥിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഈ ഒരു കാര്യം അറിഞ്ഞത്. അന്ന് വളരെ വിഷമം തോന്നിയിരുന്നു. എന്നിട്ട് ഒരു തീരുമാനം എടുത്തിരുന്നു, ഇനി എന്ത് വന്നാലും വേറൊരു മാൻകുട്ടിയെ താൻ വളർത്തില്ല എന്ന്. പക്ഷെ ഇപ്പോൾ എന്താണ്, വീണ്ടും ഒരു മാൻകുട്ടിയെ വളർത്തേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. ഇസ് രേഖാചിത്ര ദ്വാര മഹാദേവി വർമ്മ ने मानव की करुणा को स्वर दिया है. इतनी सुंदर प्रकृति है हमारी, जिसमें इतने मासूम और सुंदर जानवर है. അപ്പൊ ഈ ഒരു രേഖാചിത്രം വഴി മഹാദേവി വർമ്മ മനുഷ്യന്റെ ഉള്ളിലെ കരുണയെ ഉണർത്താനാണ് ശ്രമിക്കുന്നത്.
ഇത്രയും സുന്ദരമായ ഈ പ്രകൃതിയിൽ ഇത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള ഇത്രയും ഭംഗിയുള്ള മൃഗങ്ങളുണ്ട്. മഗർ മാനവ് കാ മൻ ഇസ് ഖൂബ്സൂരതി കോ പെഹചാനനെ മേ അസമർത്ഥ ഹെ. എന്നാൽ മനുഷ്യരുടെ മനസ്സ് ഈ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാത്ത ഒന്നാണ്. മനുഷ്യരുടെ മനസ്സിന് ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നില്ല. मानव तो सिर्फ अपने हित के लिए प्रकृति और उसके जीव जंतुओं का अहित करने पर तुला हुआ है. മനുഷ്യനാണെങ്കിൽ അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് പ്രകൃതിയോടും അതുപോലെ തന്നെ അതിലത്തെ ജീവജാലങ്ങളോടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഹാനി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. महादेवी जी चाहती है कि यह सोना हिरणी की दुखदाई कहानी पढ़ने पर किसी का मन परिवर्तित हो जाए तो अच्छा है. जानवर सिर्फ स्नेह पहचानते हैं, इसलिए उन पर जल्लादों जैसा व्यवहार करने के बजाय उनको प्यार से पालना सीखें. അപ്പോൾ മഹാദേവി വർമ്മ ആഗ്രഹിക്കുന്നത് ഈ ഒരു വിഷമകരമായ ഒരു സ്റ്റോറി, സോനാ ഹിരണി അവസാനം മരിക്കുമ്പോൾ അതെല്ലാവരിലും ഒരു ചെറിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അത്തരം ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ രേഖാചിത്രം വായിച്ചിട്ട് ആരുടെയെങ്കിലും മനസ്സിൽ ഒരു പരിവർത്തനം വരികയാണെങ്കിൽ അത് നല്ലതാണല്ലോ എന്നാണ്. മൃഗങ്ങളാണെങ്കിൽ സ്നേഹം മാത്രം തിരിച്ചറിയുന്നവരാണ്. അതുകൊണ്ട് അവരുടെ അടുത്ത് ജല്ലാദോ ജാസ വ്യവഹാർ എന്ന് വെച്ചാൽ ക്രൂവൽറ്റി കാണിക്കരുതെന്നാണ്. വ്യവഹാർ എന്ന് വെച്ചാൽ ബിഹേവിയർ, ജല്ലാദ് എന്ന് വെച്ചാൽ ക്രൂവൽ എന്നാണ്. അപ്പോൾ അത് കാണിക്കുന്നതിന് പകരം അവരുടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറുക, സ്നേഹത്തോടെ അവയെ വളർത്തുക. ഇത്രയാണ് ഈ സമ്മറിയിൽ പറയുന്നത്. ഇപ്പം ഞാൻ ഈ സമ്മറി തരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സമ്മറി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇതിലത്തെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ചിലർ പറയാറുണ്ട് ജസ്റ്റ് സമ്മറി മാത്രം തന്നാൽ പോരാ, ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് വേണ്ടവർ ആ വീഡിയോ പോയിട്ട് കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ക്യാരക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ചില എക്സ്പ്ലനേഷൻ എല്ലാം നമുക്ക് സമ്മറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണ്ടവർ ആ വീഡിയോ കാണാം. ഈ വീഡിയോന്റെ എൻഡിൽ ഫസ്റ്റ് ഇയർ ഹിന്ദി ചാപ്റ്റേഴ്സിന്റെ പ്ലേലിസ്റ്റ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഏത് ചാപ്റ്ററിന്റെ വീഡിയോസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കോമെന്റ്സിൽ എഴുതാട്ടോ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.